തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി വിവാദത്തിൽ വൈകാരിക പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് ഹസൻ. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ടെന്നും അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നുമാണ് ഡോക്ടറുടെ പ്രതികരണം. ശസ്ത്രക്രിയാ ഉപകരണം കാണാതായെന്ന പരാതിയിൽ DME ഇന്ന് സർക്കാരിന് അന്തിമ റിപ്പോർട്ട് കൈമാറും. അതിനിടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഭരണതലപ്പത്തിരിക്കുന്ന സൂപ്രണ്ട് അടക്കമുള്ളവരെ KGM-CTA പുറത്താക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും കുടുക്കാൻ ശ്രമിച്ചെന്നാണ് ഡോക്ടർ ഹാരിസ് ഹസന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ആരോടും പരാതിയും പരിഭവമില്ലെന്ന പ്രതികരണം. ആർക്കെതിരെയും പരാതിയുമായി മുന്നോട്ട് പോകില്ല. സൂപ്രണ്ടും പ്രിൻസിപ്പളും നടത്തിയ വാർത്താ സമ്മേളനം ഞെട്ടിച്ചെന്ന് ഹാരിസ് ചിറക്കൽ പറഞ്ഞു. അവർക്ക് എന്നെ അറിയാവുന്നവരാണെങ്കിൽ പോലും അവരെന്നെ സഹായിച്ചില്ല. സംഘടന ചിലർ വളരെ കുറച്ച് 1, 2, 3 പേര് എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ തന്നെ ജയിലിൽ അയക്കാൻ ശ്രമിച്ചെന്ന KGM-CTA വാട്സപ്പ് ഗ്രൂപ്പിൽ ഹാരിസ് ചിറക്കൽ സന്ദേശം അയച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് ഭരണതലപ്പത്തിരിക്കുന്നവരുടെ ചില ഇടപെടലുകൾ വിഷമമുണ്ടാക്കി. ഇതിനിടെ KGM-CTA ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് DME, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ എന്നിവരെ ഒഴിവാക്കി. ഭരണതലപ്പത്തിരിക്കുന്നവർ ഗ്രൂപ്പിൽ വേണ്ടെന്ന അഭിപ്രായത്തെ തുടർന്നാണ് മൂവരെയും ഒഴിവാക്കിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.